Hello friends, welcome to Charlie's Kitchen. നമ്മൾക്കെല്ലാവർക്കും ഇഷ്ടമായ ഇന്ത്യൻ കോഫി ഹൗസിലെ വെജിറ്റബിൾ കട്ട്ലേറ്റും അതിൻ്റെ സോസും ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പറ്റുവാണെങ്കിൽ ഞാനൊരു സാലഡും ഓണിയൻ സാലഡും അതിൻ്റെ കൂടെ കിട്ടില്ലേ അതും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ബീട്രൂട്ട് ചെറുതായിട്ട് കുനുകുന അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, പിന്നെ ഒരു ക്യാരറ്റ് അതും ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഓണിയൻ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാനൊരു ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഇതിന് മെയിനായിട്ട് നമ്മൾ സ്പൈസ് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് ഞാൻ 2-3 എരിവനുസരിച്ചിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞത്. പിന്നെ കുറച്ച് ഞാൻ മല്ലിച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറി ലീവ്സ് എടുക്കാം, ചെറുതായി മുറിച്ചത്. ഓക്കെ, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ആൻഡ് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണ്ടു. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഞാൻ 2 ഉരുളക്കിഴങ്ങ് തൊലിയോടുകൂടി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുത്താണ്, വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ഞാൻ തൊലി കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ നന്നായി ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. നമുക്ക് പൊട്ടാറ്റോ പൊടിച്ചെടുക്കണം കേട്ടോ. ഈ സമയത്ത് ഇവിടെ സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങും. നമുക്കൊരു പാൻ ഓൺ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഓണിയൻ ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇഞ്ചി വഴറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് സോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളുടെ ബീട്രൂട്ടും ക്യാരറ്റും ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഓക്കെ, ഇത് വേവിച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കണേ. നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. സോ ഇപ്പോൾ ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ പൊടീസില്ലേ അതെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊട്ടാറ്റോ ഇല്ലേ അതിട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് റസ്ക് എടുത്ത് കൊടുക്കുക. റസ്ക് ഇട്ടിട്ട് ഇത് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ ഇത് ജസ്റ്റ് നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. ഓക്കെ, മെയിനായിട്ട് ഇതിൽ റസ്ക് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കാറ്. ക്രംസിനേക്കാളും നല്ലത് റസ്ക് എടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് പൊടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. ഓക്കെ, 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്കൊരു ലൂസ് ബാറ്ററാണ് കേട്ടോ വേണ്ടത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ലൂസ് ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല, നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവുമല്ലോ. ഇതുപോലത്തെ
ലൂസ് ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി എല്ലാം റെഡിയായി. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മുടെ കട്ട്ലറ്റ് ഇതിലേക്ക് കുറച്ച് ഞാൻ ഓൾമോസ്റ്റ് ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ, ഒരു ടേബിൾ സ്പൂൺ റസ്ക് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് നന്നായി ശരിക്കും അത് പിടിച്ച് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കട്ട്ലറ്റ് എടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കും. ഓക്കെ, ഞാൻ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. ഇതിൻ്റെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഇതാക്കി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഷേപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഷേപ്പാക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ കട്ട്ലേറ്റ് ഇത് പൊരിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള കട്ട്ലേറ്റ്സും ഇതുപോലെ റെഡിയാക്കുക. ഓക്കെ, ഇപ്പോൾ എല്ലാ കട്ട്ലേറ്റും ഇപ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം മൈദയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഞാനൊരു പാൻ ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ നിങ്ങളിത് ചെയ്യാനായിട്ട്. നമ്മുടെ കട്ട്ലേറ്റ് ഇതിലിട്ട് കൊടുക്കുക. അപ്പം മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്ത്. ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിവിടെ കട്ട്ലേറ്റ് ഇടുന്നുണ്ട്. ഭാഗം ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഇട്ടിട്ട് മറ്റേ ഭാഗം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നല്ല എടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ ബീട്രൂട്ട് സോസിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ബീട്രൂട്ട് സോസ് ഉണ്ടാക്കാം. ഇതിലേക്ക് ഒരു പാൻ എടുത്തിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് ഒരു ബീട്രൂട്ട് ചെറുതാക്കി മുറിച്ചത്, ചോപ്പ് ചെയ്ത ബീട്രൂട്ട് നമ്മൾ എന്തായാലും ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഒരു ബീട്രൂട്ട് ഇടുക. അതിൻ്റെ ഒരു ചെറിയ തക്കാളി ഇടുക. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇടുക. പിന്നെ ഞാനൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പും. ഓക്കെ, ഉപ്പ് കുറച്ച് മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ ഷുഗറും കൂടി ഇട്ടിട്ട് ഇത് ബാലൻസ് ചെയ്യും. ഇച്ചിരി ഉപ്പും. ഇനി ഇത് വേവിച്ചെടുക്കുക. ഇത് നന്നായി വേവട്ടെ. നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കത് ഓഫ് ചെയ്തിട്ടൊന്ന് കൂൾ ചെയ്യാൻ വെക്കാം. ഓക്കെ, ഇതെടുത്തിട്ട് നമ്മളുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഷുഗർ നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി അടിച്ചെടുക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ അടിച്ചെടുത്ത സോസ് കേട്ടോ. അതിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു സോസ് കൺസിസ്റ്റൻസി ആക്കണം. സോസ് ഇപ്പോൾ തിക്കായിട്ടുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് തിക്കാണ് കേട്ടോ. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതൊന്ന് കുറുകും. ഇനി ഇതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ സോസ് റെഡി. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടി ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ തക്കാളി മാത്രം ഇട്ടാൽ ആ സോസിൻ്റെ ഒരു ടാങ്കിനെസ് കിട്ടില്ല. അപ്പോൾ അതിനാണ് ഞാൻ ഈ വിനീഗർ ഇടണത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഓഫ് ചെയ്യാം. ഞാൻ ഇതെല്ലാം സെർവ് ചെയ്ത് കാണിച്ചത്. ഞാൻ സാലഡ് ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് ഞാൻ ഒരു ഓണിയൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിയുക. പിന്നെ കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇച്ചിരി ഉപ്പും
1 ടീസ്പൂൺ വിനീഗർ ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ആക്ച്വലി കട്ട്ലേറ്റും ബീറ്റ്റൂട്ട് സോസും ഇതും കൂടി ഇട്ട് കഴിച്ചാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് എല്ലാം കൂടി കാണിച്ചു തരാം കേട്ടോ.